സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ന്യൂ ടോപ്പിക് കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ. നമുക്കറിയാം ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടറിലാണ് അല്ലേ? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടറാണ്. നിങ്ങൾ എത്ര പേര് ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ ആ സ്റ്റേജസ് പറഞ്ഞപ്പോൾ അതൊക്കെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടേഴ്സ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിടുക്കരാണ് കേട്ടോ. ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ടോപ്പിക്സുകളൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നോക്കിയോളൂ, നമ്മൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റേജസിൽ ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് അല്ലേ? ഇൻപുട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇൻപുട്ട് ഡേറ്റ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് വഴിയാണ് കൊടുക്കുന്നത്? കീബോർഡ്, മൗസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലേ? പിന്നെ സ്റ്റോറേജ്, അത് പ്രോസസ്സ് നടത്തുന്നുണ്ട്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ CPU ആണല്ലേ ആ പ്രോസസ്സ് നടത്തുന്നത്. എൻ്റെ കൺട്രോളും കാര്യങ്ങളും ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതാണ് CPU ആണ്. പിന്നെ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജിന് വേണ്ടി നമ്മൾ കുറേ അധികം സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് തരികയാണ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഇതിൽ വരുന്നത്. പറഞ്ഞു കമ്പ്യൂട്ടറാണ് ഡേറ്റ പ്രോസസ്സിങ് ചെയ്യുന്നതെന്ന് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടറിന് കുറേ സവിശേഷതകളാണല്ലേ, ഫീച്ചേഴ്സ് കാണില്ലേ, അഡ്വാൻറ്റേജസ് കാണില്ലേ? നോക്കിയോളൂ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. സ്പീഡ്, ആക്യുറസി, സ്റ്റോറേജ്, ഡെലിഗൻസി, ഓട്ടോമേഷൻ, വേഴ്സിറ്റാലിറ്റി. അപ്പോൾ നോക്കിയോളൂ എന്താണ് സ്പീഡ്? ഇത് അഡ്വാൻറ്റേജിലും വരും ഫീച്ചേഴ്സിലും വരും കേട്ടോ. അപ്പോൾ നോക്കിയോളൂ എന്താണ് സ്പീഡ്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പ്രോസസ് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്താണ് മില്യൺസ് ഓഫ് ഡേറ്റാസ് ആണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? കമ്പ്യൂട്ടർ ക്യാൻ പ്രോസസ് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഒരുപാട് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ ആർക്ക് പറ്റും എന്നാണ് പറയുന്നത്? ആർക്ക് പറ്റും? കമ്പ്യൂട്ടറിന് പറ്റും. അടുത്തത് ആക്യുറസിയാണ്. എറേഴ്സ് ആർ മിനിമൽ ഇഫ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ആർ ഗിവൺ. നമ്മൾ കറക്റ്റായിട്ടുള്ള ഡേറ്റയും ഇൻഫർമേഷനുമാണ് കൊടുക്കുന്നതെങ്കിൽ എറേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് തരാനുള്ള കഴിവ് ആർക്കുണ്ട്? കമ്പ്യൂട്ടറിനുണ്ട്. സ്റ്റോറേജ് എങ്ങനെയാണ്? കമ്പ്യൂട്ടേഴ്സ് ക്യാൻ സ്റ്റോർ ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ. കമ്പ്യൂട്ടറിന് എന്താണ്? ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ, ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഡെലിഗൻസി എന്ന് വെച്ചാൽ എന്താണ്? ദ എബിലിറ്റി ടു വർക്ക് ഫോർ ഹവേഴ്സ് വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ് ഓർ ബോർഡ്. നമുക്കറിയാം നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് പഠിക്കാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തളർന്നങ്ങ് ക്ഷീണിച്ച് പോവുകയല്ലേ? ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇപ്പോൾ എത്രയാണ് ഒരു 2-3 മിനിറ്റ് ആയി കാണേ ഉള്ളൂ, നിങ്ങൾ തളർന്നു അല്ലേ? പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ മടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ അങ്ങനെയല്ല കേട്ടോ. എത്ര ഹവർ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അതിന് വർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. പിന്നെ എന്ത്, ഹീറ്റാകാതെ നോക്കിക്കൊള്ളുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കിയോളൂ, ഓട്ടോമേഷനാണ്. വൺസ് എ പ്രോഗ്രാം ഈസ് ഗിവൺ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം ടാസ്ക് ഓട്ടോമാറ്റിക്കലി. നമ്മൾ ഒരിക്കൽ ഒരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യും? ആ പെർഫോമൻസ്, ആ ഒരു ടാസ്ക് പെർഫോം ചെയ്തോളും. ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യും? പെർഫോമൻസ് ചെയ്തോളും. അടുത്തത് വേഴ്സിറ്റാലിറ്റി ആണല്ലേ. ദ എബിലിറ്റി ടു പെർഫോം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വർക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വെരി വർക്ക് ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പോഴെന്താണ് ഇവിടെ എന്താണ്? ഒരുപാട് കൈൻഡ് ഓഫ് വർക്ക്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വർക്ക്, പല തരത്തിലുള്ള വർക്ക് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും എന്നാണ് പറയുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിന് പറ്റും. ദ എബിലിറ്റി ടു പെർഫോം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വർക്ക്, ഡിഫറെൻറ്റ് കൈൻഡ്, പല തരത്തിലുള്ള വർക്ക് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? നമ്മുടെ കമ്പ്യൂട്ടറിന് പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എവരി വർക്ക് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും എന്ന് വെച്ചാൽ എല്ലാ കൈൻഡ് ഓഫ് വർക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അടുത്തത് മദർ ബോർഡാണ്. ഇത് നിങ്ങളുടെ PDF ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ ഒരു PDF നിങ്ങൾക്ക്, നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു PDF നിങ്ങൾക്ക് തരാം. ഞാൻ ആദ്യം ഇതൊക്കെ സ്കിപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെയും നമുക്ക് പറയാൻ പറ്റില്ല. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. എക്സാമിൻ്റെ പാറ്റേൺ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മാറ്റി ഏത് രീതിക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇത് ചെറിയൊരു ടോപ്പിക്കാണ് ടെക്സ്റ്റ് തന്നിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമ്മളത് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു പുതിയൊരു PDF നിങ്ങൾക്ക് തരാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ PDF കിട്ടിക്കാണും. അപ്പോൾ നിങ്ങളത് നോക്കുക, നിങ്ങളുടെ PDF ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജിന്, കിട്ടാത്തവർ ഉറപ്പായിട്ടും, പുതിയ PDF കിട്ടാത്തവർ എനിക്ക് ഉറപ്പായിട്ടും മെസ്സേജ് എടുക്കുക. അപ്പോൾ നോക്കിയോളൂ മദർ ബോർഡ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് പിള്ളേരെ മദർ ബോർഡ് എന്ന് പറയുന്നത്? മെയിൻ സർക്യൂട്ട് ബോർഡ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്താണ് മദർ ബോർഡ് എന്ന് പറയുന്നത്? സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇത് പരസ്പരം എന്തിനെയൊക്കെ കണക്ട് ചെയ്യുകയാണ്? CPU, RAM, സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് അതർ കമ്പോണൻസ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ എല്ലാ കമ്പോണൻസുകളെയും തമ്മിൽ എന്താണ് കണക്ട് ചെയ്യുന്നത് മദർ ബോർഡാണല്ലേ. അതുപോലെ എന്താണ് എല്ലാ പാർട്സിലെയും, കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പാർട്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് അലോ ചെയ്യുന്നതും ഈ ഒരു മദർ
ബോർഡ് ഉള്ളത് കൊണ്ടാണ്. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓൾ കണക്റ്റഡ് ഹാർഡ്വെയർസ്. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹാർഡ്വെയർസിൻ്റെ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും മദർ ബോർഡാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പാരഗ്രാഫ് കണക്കിന് തന്നിട്ടുണ്ട്. അത് ക്രോഡീകരിച്ച് ചെറിയൊരു ഷോർട്ട് നോട്ട് ആക്കിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഷോർട്ട് നോട്ടിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, പെട്ടെന്ന് പഠിക്കാൻ പറ്റുക, നമുക്കൊരു ഡൗട്ടും ഇല്ലാതെ പെട്ടെന്ന് ഇത് കാണാതെ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ.